നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം തൊടുപുഴ ചേരിയിൽ നോബിയുടെ ഭാര്യയും ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശിനിയുമായ ഷൈനി 11ഉം 10ഉം വയസ്സുള്ള മക്കളായ അലീന, ഇവാന എന്നിവർ കഴിഞ്ഞ 28-ന് പുലർച്ചെയാണ് നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിൽ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ നോബി ലൂക്കോസിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചു. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് നോബി ലൂക്കോസിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. രാജ്യം വിട്ടുപോകരുതെന്നും അന്വേഷണ സംഘത്തോട് സഹകരിക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിക്കുമ്പോൾ ഹാജരാക്കണം തുടങ്ങിയ പൊതു ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അറസ്റ്റിലായി 28 ദിവസത്തിന് ശേഷമാണ് നോബി ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത്. നോബി ലൂക്കോസ് ഷൈനിയെ പിന്തുടർന്ന് പീഡിപ്പിച്ചതാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്നാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ കേസിൽ നോബിയുടെ പങ്ക് തെളിയിക്കുന്ന യാതൊരു തെളിവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും ജാമ്യം നൽകരുത് എന്നും അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷൻ്റെ വാദം കണക്കിലെടുക്കാതെയാണ് കോടതി ഈ ജാമ്യം അനുവദിച്ചത്. നോബിയുടെ ജാമ്യാപേക്ഷ എതിർത്ത് ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസും ഹർജി നൽകിയിരുന്നു. ഈ കേസിൽ ആദ്യം അസ്വാഭാവിക മരണമായിരുന്നു പോലീസ് ചാർത്തിയിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ കാരണം നോബി ലൂക്കോസിന് എതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം പിന്നീട് ചുമത്തുകയായിരുന്നു. കുട്ടികളെ അടുത്ത ദിവസം ഹോസ്റ്റലിലാക്കുന്നതിനും ബോംബെയിലെ ബാന്ദ്രയിൽ ഷൈനി നേരത്തെ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ജോലിക്കായി പോകാൻ തീരുമാനമെടുത്ത രാത്രിയിലാണ് നോബി അവസാനമായി ഫോൺ ചെയ്യുന്നത്. ഷൈനിയോട് പറഞ്ഞ ക്രൂരമായ വാക്കുകളാണ് ഇവരെ കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവ ദിവസം രാത്രി 10:30 വാട്സപ്പ് കോളിലൂടെ നോബി ഭാര്യ ഷൈനിയെ ക്രൂരമായ ഫോൺ കോളിലൂടെ അധിക്ഷേപിച്ചത്. അന്ന് വെളുപ്പിന് തന്നെ മൂവരും റെയിൽവേ ട്രാക്കിൽ ട്രെയിനിന് മുന്നിൽ നിന്ന് മരണം വരിക്കുന്നതാണ് ജനമറിയുന്നത്. എന്തായാലും നോബിക്ക് ജാമ്യം അനുവദിച്ചു. ഇനി തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു തിരക്കിൽ അദ്ദേഹം മുന്നോട്ട് പോകും. എന്തായാലും ഇതേവരെ ഷൈനിയുടെ നിലവിളി മലയാളികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ നിലവിളി, അവരുടെ ആ കരച്ചിൽ എപ്പോഴും മലയാളികളുടെ കണ്ണിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ക്രൂരനായ ഈ നോബിക്ക് ഇപ്പം ജാമ്യം കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൻ്റെ വിധി എന്താകും എന്ന് നമുക്ക് നോക്കിക്കാണുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക്, കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.